ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ സിനിമ കൂടി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്, മലയാളി ഫ്രം ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യൂൻ, ജനഗണമന എന്നീ രണ്ട് ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഡിജോ ജോസ് ആന്റണിയുടെ പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷമുള്ള ഒരു നായക വേഷം കൂടെയാണ് മലയാളി ഫ്രം ഇന്ത്യയിലെ ഗോപി. എനിക്ക് ഈ സിനിമയുടെ ഒരു പ്രധാന സംഭവമായിട്ട് തോന്നിയത് സാധാരണക്കാരനായ ഒരു മലയാളി ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ സിനിമയിൽ നിവിൻ പോളി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നിവിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ തമ്മിലുള്ള കെമിസ്ട്രി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മറ്റു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒന്ന് അനശ്വര രാജനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ സലീം കുമാർ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്, മഞ്ജു പിള്ള. ഇത് കൂടാതെ ഒരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ആക്ടർ, എനിക്ക് അദ്ദേഹത്തിന്റെ പേരത്ര വ്യക്തമായി അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മോളായിട്ട് അഭിനയിച്ചൊരു കുട്ടി. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അണിനിരന്നിട്ടുള്ള ഒരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയിയാണ്. അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സുദീപാണ്. എല്ലാം കൊണ്ടും തന്നെ ഒരു തുടക്കം, നമ്മൾ സാധാരണ മലയാളികൾക്ക് ഉള്ള ഒരു പ്രത്യേകത, കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ എല്ലാ മലയാളികൾക്കും ഉണ്ട്. എങ്കിലും മലയാളി എപ്പോഴും കുറച്ച് നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന് ഈ പറയുന്ന കുറച്ച് ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാൾക്കൊരു നന്മ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എല്ലാ മലയാളികളുടെ മനസ്സിലുമുണ്ട്. ആ എല്ലാ പ്രത്യേകതകളും മനസ്സിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു മലയാളിയുടെ കോപ്പി എന്ന് പറയുന്ന വേഷമാണ് നിവിൻ പോളി കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി സാധാരണ നാട്ടിൻ പുറത്തെ വേഷങ്ങൾ ചെയ്യാൻ വളരെ വളരെ ഇണങ്ങുന്ന ഒരു നടനാണ്. അതുകൊണ്ട് ഈ ക്യാരക്ടർ അദ്ദേഹത്തിന് സേഫ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഗോപി. പിന്നെ ഈ സിനിമയില് ഗോപിക്ക് പ്രത്യേകിച്ച് ഒരു ഹീറോയിൻ ഒന്നുമില്ല. ഗോപി സ്നേഹിക്കുന്ന ഒരു നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞ ഈ സിനിമയില് സാധാരണക്കാരനായ ഒരു മലയാളി, അയാളുടെ മനസ്സിൽ ഇപ്പം അതിന് ഏജോ അല്ലെങ്കിൽ പ്രണയത്തിന് അങ്ങനെ ഒരു പ്രായ ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു പൂവാലനെ പോലെ പുറകെ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു അയാൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പെൺകുട്ടി, കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന അനശ്വര രാജനാണ്. അത് അധികം ഒരുപാട് നീണ്ടു നിൽക്കുന്ന വേഷമൊന്നും അനശ്വരയ്ക്ക് ഇല്ല ഈ സിനിമയിൽ. ഉണ്ടെങ്കിൽ തന്നെ ഉള്ളത് എത്രയാണോ അത്രയും വളരെ മനോഹരമായിട്ട് തന്നെ അനശ്വര കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടില് നിവിൻ പോളിയുടെ അമ്മയുടെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ മഞ്ജു പിള്ളയാണ്. മഞ്ജു പിള്ള എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഫാലിമി എന്ന് പറയുന്ന സിനിമയിൽ ബേസിലിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമേനേക്കാളും കുറച്ചും കൂടെ അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു അമ്മയുടെ വേഷം നിവിൻ പോളിയുടെ അമ്മയായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മഞ്ജു പിള്ള. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നിവിന്റെ ഒരു സിസ്റ്ററായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടി, അവർ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് ഒരുപാട് സീക്വൻസ് ഒന്നും ഇല്ലെങ്കിലും രസമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ ക്യാരക്ടറുമായിട്ട് ഈ ഗോപിയുടെ ഉറ്റ സുഹൃത്തായതുകൊണ്ട് തന്നെ ഗോപിയെ എല്ലാ പ്രശ്നങ്ങളിലും കൊണ്ടിടുകയും അല്ലെങ്കിൽ ഗോപിയുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന സാധാരണക്കാരനായിട്ടുള്ള നാട്ടിൻപുറത്തുള്ളൊരു കൂട്ടുകാരൻ. അപ്പൊ അത് നന്നായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോകുന്ന ഇതിൽ ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ, അതിൽ ഒരു മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ഉണ്ട്. മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവൻ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും ഈ സിനിമയിൽ ഡിജോ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കണക്ട് ആയി. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തില് ഒരു മലയാളി അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. പിന്നെ അതിനുശേഷം അദ്ദേഹം ഈ ഗോപിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ജെട്ടി പോലും കഴുകാത്ത ഒരു വ്യക്തിയായിട്ടുള്ള ഗോപി, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം മൂലം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും അവിടെ ചെന്ന് അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിതം എന്താണെന്ന് ശരിക്കും പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജീവിതം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതിന് ശേഷം മറ്റുള്ളവരിലേക്ക്
അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്ന, അതായത് ഒരുപാട് നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. പക്ഷെ അവർക്കൊരു സ്പേസ് ഇല്ല. കാരണം സമൂഹത്തിൽ പല ചെറുപ്പക്കാരും ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിന്നും അയാൾ കരകയറുമ്പോൾ മാത്രമേ അയാളുടെ മനസ്സും അയാളുടെ എന്താ പറയാ, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു തീഷ്ണത വരുള്ളൂ. അത് വ്യക്തമായിട്ട് ഈ സിനിമയിൽ ഡിജോ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും, അതായത് ഒരുപാട് ഹ്യൂമറിലൂടെ പറയുന്ന ഒരു കഥയാണെങ്കിൽ തന്നെ അതിനുള്ളൊരു എന്താണ്, ഒരു നൊമ്പരമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു രാജ്യസ്നേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യക്കാരനോടുള്ള സ്നേഹം, ഇതെല്ലാം പറയുന്നത്. നമ്മളിവിടെ ഒരു ജീവിക്കുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ എത്രമാത്രം മറ്റുള്ളവരുമായിട്ട് അടുക്കും, അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാർക്കും ഇതുപോലുള്ള മറ്റൊരു രാജ്യക്കാരനോട് അടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോർത്തു വെച്ച ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരുപാട് ചിരിക്കുന്നതിനോടൊപ്പം ഇത് പറയുന്ന ഒരു സന്ദേശമുണ്ട്. പടം ഡിജോയുടെ സിനിമകളിൽ എല്ലാ സിനിമകളിലും എന്താണ്, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഈ സിനിമയിലും ഉണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഒരു കളർഫുൾ ഫാമിലി എന്റർടൈനർ, കുറച്ച് നൊമ്പരങ്ങളൊക്കെ ആയിട്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന, നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന നിവിൻ പോളി എന്ന് പറയുന്ന നടന്റെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഡിജോയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീണ്ടും ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, അതാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇത് ഫാമിലി, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഡിജോ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക, ഫാമിലി സഹിതം പോയി കാണുക. അപ്പോ നമ്മളൊരു മലയാളി എന്ന് പറയുന്ന നിലയ്ക്ക് ഏതൊരു മലയാളികൾക്കും ഈ സിനിമ കണക്റ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ റിവ്യൂവിന്റെ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഇനി അടുത്ത സിനിമയുടെ റിവ്യൂവുമായിട്ട് കാണാം.